അപ്പോൾ നമ്മളിന്ന് ഒരു 2 കിലോ വെളുത്തുള്ളി ഉണ്ട്. നമുക്കിപ്പോൾ വെളുത്തുള്ളി അച്ചാറുണ്ടാക്കിയാലോ? ഓക്കെ, ആദ്യമേ പാൻ അടുപ്പേ വയ്ക്കാം. എന്നിട്ട് ഇനി എണ്ണ ഒഴിക്കാം. ഇപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. അങ്ങനെ ഓരോന്നിട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ചിലർ കടുക് ഇടുന്നവരുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കിട്ടും, എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ ഇടുന്നില്ല. ഓക്കെ, ഞാൻ ആദ്യം ഇഞ്ചി ഇടട്ടെ. ഞാൻ ഇഞ്ചി ഇട്ട് കൊടുത്ത് നമ്മുടെ ഇത് വെളുത്തുള്ളി അച്ചാറായതുകൊണ്ട് വെളുത്തുള്ളിയുടെ ഫ്ലേവറാണ് വേണ്ടത്. ഇഞ്ചി അധികം കടിക്കാൻ പാടില്ല, അപ്പം ഞാൻ കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ധാരാളമായിട്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇതൊന്ന് വഴറ്റി വരട്ടെ. ഞാൻ കരിവേപ്പില ഇടുന്നുണ്ട്. ഓക്കെ, ഇനി ഞാൻ വെളുത്തുള്ളി ഇടുകയാണ്. കാരണം അത് ചെറുതായിട്ടൊന്ന് വഴറ്റി കിട്ടണം. മൊത്തം വേവാൻ പാടില്ല, പക്ഷെങ്കിൽ കുറച്ചൊന്ന് വഴറ്റും കിട്ടണം. ഇത് ചെറുതായിട്ട് നമുക്കൊന്ന് വെന്ത് പോകാനും പാടില്ല, പക്ഷെ ഒന്ന് വഴറ്റി കിട്ടണം. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണെങ്കിൽ ഒരു 3 years വരെ ഞാനിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ഇതിനകത്ത് ഞാൻ പുറത്ത് കൊടുത്തുവിടാറുണ്ട്. 3 years വരെ ഇത് സൂക്ഷിക്കാൻ പറ്റും, യാതൊരു കേടുമില്ല. നമ്മൾ എണ്ണയ്ക്കകത്തല്ലേ വറുത്തിങ്ങനെ എടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ ഇത് പകുതിയോളം ഇങ്ങനെ വഴറ്റി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഒരു ഇതും മൊത്തം അങ്ങ് വെന്ത് പോകാൻ പാടില്ല, കിടന്ന് വേണം ഇത് ഇതാകാൻ. ഓക്കെ, ഇനി ഞാനിതിന് വേണ്ടിയിട്ടുള്ള മുളക് പൊടി കാശ്മീരി അല്ല ഇത് എരിവുള്ളതും എടുത്തിട്ടുണ്ട്, മഞ്ഞപ്പൊടിയും എടുത്തിട്ടുണ്ട്. ഇത് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അത് ഇത്രത്തോളം ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഇതിനകത്ത് ഞാൻ ഉലുവാപ്പൊടി ഇടുകയാണ്. ഇനി കായപ്പൊടി ഇടണം. ഓക്കെ, ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ വിനീഗർ ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന്. ഇതും കൂടെ കൊടുത്തിട്ട് ഇടാം. ഓരോരുത്തർ ഓരോ സ്റ്റെപ്പിലാണ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം. കാരണം വെളുത്തുള്ളിയൊന്നും പെട്ടെന്നൊന്നും ഉപ്പും മുളകും പിടിക്കില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഒന്ന്, അത് പിന്നെ മാത്രമല്ല ഈ വെളുത്തുള്ളിയിൽ വെള്ളത്തിൻ്റെ മയമായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് അതിന് ശേഷം നമ്മൾ മുളക് പൊടിയൊക്കെ ഇങ്ങനെ വറുത്ത് ചേർത്ത് ഇങ്ങനെ ഇതെല്ലാം കൂടി ചെയ്യാമെങ്കിൽ ഇതിനിപ്പോൾ പാത്രത്തിൽ ഇങ്ങനെ വെക്കാൻ, എന്നിട്ട് നാളെ രാവിലെ ഇങ്ങനെ കോരി മാറ്റാമെങ്കിൽ ഇതിനകത്തുനിന്ന് എണ്ണ ഇറങ്ങിക്കോളും. പിന്നെ ഇത് നിങ്ങൾക്ക് കേടുകൂടാതെ 3 വർഷം വരെ സൂക്ഷിക്കാൻ പറ്റും. അതിന് ഫുൾ ഗ്യാരണ്ടി ഞാൻ. അതുകൊണ്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, വീണ്ടും കാണാം. ബൈ ബൈ.